ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്ന വേണേ ബ്ലോക്കാക്കി പോടാ. ആ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ അക്കൗണ്ട് മൂഞ്ചി പോയത്. ഏതോ ഒരു 3 കമന്റ് ഇട്ടിരുന്നു അക്കൗണ്ട് ഒന്നും പോയിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ അക്കൗണ്ടിലെ ലിങ്ക് ഒന്ന് അയച്ചു തരൂ. ഇൻസ്റ്റഗ്രാം അല്ല, ഫേസ്ബുക്ക് കേട്ടോ. ഫേസ്ബുക്ക് ഹാക്ക് ആവുകയും ചെയ്ത് ഡിസബിൾ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കുത്തിത്തിരിപ്പ് കാണിക്കേണ്ടി വരും, എന്നാൽ അത് തിരിച്ചിട്ടുള്ള കുറച്ച് പൈസ ചെലവുണ്ട് എന്നുള്ളത്. എന്തായാലും പണി കൊടുത്തവൻ നല്ല പണി അറിയുന്നവൻ തന്നെയാണെന്നുള്ളതാ. പിന്നെ ഇപ്പൊ വിളിച്ച ആ ഒരു തെറി ഉണ്ടല്ലോ, ഇത് നിന്നെ ആളുകൾ ഉണ്ടോന്നൊക്കെ നോക്കുന്ന. ഇനി എന്തായാലും ഒരു 3-4 വീഡിയോയില് തുരാ എന്ന ഡാഗിനി അമ്മൂമ്മയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നിന്ന് തെറി വിളിച്ചതല്ലേ. ഇതൊന്നും ഞാൻ ആരും ഉണ്ടോന്ന് നോക്കുന്നു വേണ്ട ചേച്ചി. ചേച്ചിയുടെ സ്വഭാവം വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. കൂത്തറ എന്നല്ലാതെ എന്ത് പറയാനാ. ഇപ്പൊ കുറെ യൂട്യൂബർമാര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന കാണുന്നുണ്ട്. പിന്നെ ഷെഫീന ബീവി ഓരോ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്, കുറെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അതൊന്നും കൂടാതെ അവര് രണസുനയുടെ ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ റേറ്റ് ഒക്കെ ചോദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കൂടാതെ രണസുനയുടെ ഒരു ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഷെഫീന ബീബി അങ്ങനെ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല ആളുകളും ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു. രണസുനയെ തെറി വിളിക്കാൻ വരുന്ന ആളുകളുടെ കമന്റും അതൊക്കെ പ്രതീക്ഷിച്ചാവാം അവരൊക്കെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ചേച്ചിക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരെ ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരാണെന്നേ കാണാം. നല്ല കാര്യമാണ് നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളത്. ഇപ്പൊ രേണുവിനെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിലോ, പാപം എന്തോരം സഹിക്കുന്നുണ്ടാവും ആ ഒരു മനുഷ്യ സ്ത്രീ എന്തോരം സഹിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു ധൈര്യമുണ്ട്. കാരണം ഉലകം ചുറ്റി വന്നവളാണ് ഞാൻ. പാലാരിവട്ടം, കൊല്ലം, പാലം, മുട്ടുകുത്തി, ഇഹിഹിഹി, ഓടക്കുഴലുകൾ. ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിടോ, കുറേ കറങ്ങിത്തിരിഞ്ഞ് വന്നതാണ് എന്നുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്ര സഹിച്ചിട്ടുണ്ടാവൂടെ ഈ രണസുനയുടെ കോപ്രായത്തരങ്ങള്. അതുകൊണ്ടാണല്ലോ അവരൊക്കെ കമന്റ് ഇടുന്നത്. പിന്നെ രണസുനക്ക് പറ്റിയ ആളുകൾ തന്നെയാണ് കേട്ടോ ഈ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. രണസുനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്ര വരെ. എന്തെങ്കിലൊക്കെ ആവട്ടെ, ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ 80% ഓർ 95% ആർക്കും ഇഷ്ടമല്ല ഇമ്മാതിരി അപരാധങ്ങളൊന്നും. ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഈ കളിയാക്കലും പരിഹാസമൊക്കെ അനുഭവിച്ച് കേട്ട് ചെവിയൊക്കെ തയമ്പിച്ച് വന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ രേണു പറഞ്ഞ അവര് ഇപ്പൊ വന്ന കുട്ടിയാണ്. എന്ത് കുട്ടി? ഇപ്പൊ വന്ന കുട്ടി? അംഗനവാടിത്തെ കുട്ടിയാ? എന്റെ പൊന്ന്, ഇതിനിപ്പോ എന്താ വിളിക്കുക? എന്തായാലും ഡ്യൂപ്ലിക്കേറ്റേ ഒന്നേ പറയുന്നുള്ളൂ. രണസുനയെ കുട്ടിന്നൊന്നും വിളിക്കല്ല, അമ്മായിന്നോ അല്ലെങ്കിൽ മുത്തശ്ശിന്നൊക്കെ വിളിക്കണം. കുട്ടി വാരി കുത്തിയിട്ട് അങ്ങ് നടക്കുക എന്നുള്ളതാ യഥാർത്ഥ മുഖം. ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഈ പൊട്ടി വാരി പൊത്തി ഇങ്ങനെ നടക്കുക എന്നല്ലാതെ എന്തെങ്കിലൊക്കെ ആവട്ടെ. നിങ്ങൾ കുട്ടിയെന്നോ ചട്ടിയെന്നോ എന്താച്ചാ വിളിച്ചോ. നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കഷ്ടപ്പെടാതിരിക്കൂലല്ലോ. എന്തായാലും ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ എല്ലാവരും ആ നിയമം ഒന്ന് പാസ്സായിട്ട് കുറെ എണ്ണത്തിന് ഒന്ന് ഒതുക്കാൻ. അതായത് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല അടിച്ചൊരു മൂലൊക്കെ കൂട്ടിയിടുന്നുണ്ട്. ഇങ്ങ് തമിഴ്നാട്ടിൽ പോലും നല്ല അടി വാങ്ങിക്കൊണ്ടിരിക്കുക. പോലീസുകാരൊക്കെ നല്ല പടപടച്ച് വിടുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണ് എന്താ സംഭവം എന്നറിയില്ല, എല്ലാതും കൂടെ അടിഞ്ഞു കൂടുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാടിന്റെ വില നന്നായിട്ട് അങ്ങ് പൊക്കി വെക്കുന്നുണ്ട്. കൊള്ളാം എന്തായാലും. കുട്ടീനെ എത്രത്തോളം നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഒരു മനുഷ്യനെ എന്താ പറയാ, ഇതിനൊക്കെ നല്ല കാര്യമാണ് നിങ്ങൾ ജീവനോട് അങ്ങ് കുഴിച്ചു മൂടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരാ മനസ്സിലാവുന്നില്ല. രണസുന കാണിക്കുന്ന കോപ്രായത്തരങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ആളുകൾ കമന്റ് ഇടുന്നത്. പിന്നെ തെറി കമന്റുകൾ മാത്രം നെറ്റിയിൽ ഒട്ടിച്ചിട്ട് അവര് റിയാക്ട് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട് ഹനാനൊരു മറുപടി ഇല്ല? എന്തുകൊണ്ട് ഒരാഴ്ചയുടെ മുകളിലായി ഇതുവരെ ഷെഫീന ബി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി ഇല്ല? അങ്ങനെ മറുപടി ഇല്ലാതിരിക്കുമ്പോ തന്നെ ആളുകൾക്ക് വ്യക്തമായിട്ട് അതിനുള്ളിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മറുപടി ഇനി ഉണ്ടാവുമോ ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും ഷെഫീന ബീവിയെ കുറെ ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അവര് പോണ ട്രാക്ക് കറക്റ്റ് ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ രണസുനയുടെ മാനേജറൊക്കെ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും. ഈ മാനേജറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അലിഗേഷൻസ് ഷെഫീന ബീവി പുറത്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തെളിവ് സഹിതം കിട്ടുമ്പോൾ എടുത്ത് റിയാക്ട് ചെയ്യും, വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യും. അത്രേ ഉള്ളൂ.
പരിധി ഇല്ലേ പറയുന്നതിലൊക്കെ? എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ സ്വർണ്ണം. ഇപ്പൊ ഞാൻ കണ്ടു സ്വർണ്ണം കടത്തണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഇതൊക്കെ കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ തെളിവുകളുണ്ടോ? കണ്ടവരുണ്ടോ തെളിവുകളുണ്ടോ എന്ന് വെച്ചാൽ ഷെഫീന ബീവിയുടെ ചാനൽ വഴി ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നില്ലേ? അവര് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്ത് വിടും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് പലതും അവിടെ നിന്ന് കേട്ടതൊക്കെ ഇവിടുന്ന് വിളിച്ചു പറയാതെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടോ? ഇല്ലല്ല, വെറുതെ ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ടുണ്ട് ഊളത്തരം പറയാല്ലേ. എന്തായാലും ഈ ഒരു കോലത്തില് ആരും വൈറലാക്കി തരുമൊന്നുമില്ല കേട്ടോ. ആർക്കും താല്പര്യമുള്ള ഒരു കോലമല്ല ഇതിപ്പോ തൽക്കാലം കേരളത്തിൽ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ ശബ്ദവും ഇവരുടെ ആ ഒരു രൂപസാദൃശ്യമൊക്കെ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ആൾക്ക് ഉണ്ടോ എന്നൊരു സംശയം നോക്കിയേ. ദുരൂഹയിലോ? എന്നാ വർത്താനമാണോ നീ ചോദിക്കുന്നത്? ദുരൂഹയിൽ എന്ത് ദുരൂഹം? അവൻ വേറെ കണ്ട് പറയാൻ വന്ന വാക്ക് തിരിയുന്നില്ല. എനിക്കെന്താ ദുരൂഹത? എനിക്ക് വല്ല ദുരൂഹതയുണ്ടോ? നീ എന്താ ഉദ്ദേശം ആദ്യം പറ. നീ എന്താ ഉദ്ദേശിച്ചത്? ദുരൂഹ സാഹചര്യത്തിൽ എന്നെ ഇന്ന് വരെ ദുരൂഹത എവിടുന്നാണ് ഡാഗിനി അമ്മൂമ്മ വരുന്നത്? ഇത് ബോഡി ഷെയ്മിങ് അല്ലട്ടാ. ചില ആളുകൾക്കൊക്കെ ഏകദേശം അങ്ങനത്തെ ഒരു സാദൃശ്യമൊക്കെ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോയിൽ തന്നെ കുറെ ആളുകൾ കമന്റ് ഇടാറുണ്ട്, സൗബിന്റെ ചെറിയൊരു ഫേസ് കട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതും പൊക്കി വെച്ച് നടക്കാറില്ല, അത് വേറെ കാര്യം. ചില ആളുകൾ അതും പൊക്കി നടക്കും, അതവിടെ നിൽക്കട്ടെ. എനിക്ക് എന്റെ സാദൃശ്യം തന്നെ ഉള്ളത്. ഞാനാണല്ലോ, എനിക്ക് എന്റെ രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനാണല്ലോ. പക്ഷെ ചില ആളുകൾ എന്തൊക്കെയോ വാരിപ്പൊത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കമന്റ് ബോക്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഡാഗിനി അമ്മൂമ്മ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പൊക്കി വെച്ചത്. ഞാൻ നിക്കർ വിധവയാണ് എന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്ന ഒരാളല്ലേ. അപ്പൊ ഇങ്ങനത്തെ പേരുകളൊക്കെ ഏറ്റെടുക്ക്, ഒരു വൈറലാവാല്ല. ബാക്കി പിന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റേ പറ. എനിക്കത് പറയാൻ പോലും വയ്യ, കാരണം ആ പേര് ഉച്ചരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയാൻ എനിക്ക് ഇവിടെ ഇങ്ങനെ എതിർപ്പാണ്. എന്താ വെച്ചാൽ തെറിപ്പാത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കൊച്ചല്ല DNA ടെസ്റ്റ് നടത്തുന്നത്. രേണു ചേച്ചി പച്ചയായിട്ട് അവരുടെ ഫോണിൽ തന്നെ കറക്റ്റ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ, കുഴിമാടത്തിൽ പോയി സുധിച്ചേട്ടന്റെ ബോഡി എടുത്തൊരു DNA ടെസ്റ്റ് നടത്തുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആരോ പറഞ്ഞതും കേട്ടിട്ട് എന്തൊക്കെയോ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവിടെ ഷെഫീന ബീവി കൃത്യമായി പറഞ്ഞല്ലോ, ഇത് കുഴിമാടത്തിൽ നിന്ന് മാന്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ രക്തത്തിൽ പറഞ്ഞ കിച്ചുവിന്റെ ബ്ലഡ് സാമ്പിൾ മാത്രം മതി ഇത് കണ്ടെത്താം. അപ്പൊ ബുദ്ധിയും വിവേകവും ഒന്നുമില്ലേ, ഈ ഒരു കോലം കെട്ടൽ മാത്രമേ ഉള്ളൂ അല്ലേ? കൊള്ളാം. ഇതാണ് എന്തുകൊണ്ട് അവർ വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് പറയുമ്പോ വ്യക്തമായി തെളിവുകളും അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് സംസാരിക്കൂ, അതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ലാതെ ഇത്രയും പോർഷൻ കാണിച്ച് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ആരെയാണ് എന്ത് വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു അതൊക്കെ കഴിഞ്ഞു പോയി. എന്ത് കഴിഞ്ഞു പോയി? അപ്പൊ ഇതെന്താ ഇപ്പൊ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഇത് കഴിഞ്ഞു പോയില്ല. ഇതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടമല്ലാത്തത്. ഇതാണ് വെറുപ്പിക്കല്. അവിടെ ഷെഫീന ബീവി കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. പിന്നെ ഷെഫീന ബീവി അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ച് മാന്തുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ആവശ്യമില്ലാതെ ചൊറിഞ്ഞതല്ലേ. അവർക്കൊരു പ്രത്യേകത ഉണ്ട്, അങ്ങോട്ട് ചൊറിഞ്ഞ മാന്തി അങ്ങോട്ട് പൊളിച്ച് വ്രണാക്കി അങ്ങോട്ട് കൈ തരും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവർ വാശി പിടിപ്പിച്ച കുറച്ച് അപകടമാണ്. അവരുടെ അച്ഛനെയും അമ്മയെയും കുട്ടിയെയും ഫാമിലിയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോന്ന് പറഞ്ഞതിന് മാത്രമാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ കളിച്ച് നെഞ്ചത്ത് കയറി കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കയറി അങ്ങ് മേയും. അതിപ്പോ ഏതൊരു മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെയല്ലേ. പക്ഷെ നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാ? നീ ആരാടാ? ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം, ഞാൻ ഇന്നൊരു കൊളാബ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ആരാടാ അതിനൊക്കെ കൊളാബ് കൊടുക്കുന്നേ? ആരാടാ അതിനൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നേ? ഇതാണ് ഈ ഓൺലൈൻ മീഡിയാസും പിന്നെ കുറെ ബോധമില്ലാത്ത ആളുകളുണ്ട്. അവരാണ് ചില ആളുകളെ വളർത്തിയെടുക്കുന്നത് ഒരു കാര്യമില്ലാണ്ട്. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാ കാര്യങ്ങളും ശരിയാ. പക്ഷെ ചില ആളുകളുടെ മനോഭാവം ഉണ്ടല്ലോ, അതൊക്കെ വലിയ അപകടമാണെന്നുള്ളതാ. ഒരുപാട് ട്രാൻസായ ആളുകളുണ്ട്. ഇവരൊക്കെ സ്ത്രീകളാവണം, സ്ത്രീയാണ് എന്റെ മനസ്സിൽ, ഞാൻ സ്ത്രീ എന്റെ സത്വം മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ ആവാൻ കഴിയില്ല, വേഷം കെട്ടും. എന്നാൽ ഈ വേഷം കെട്ടുന്നതോ സ്ത്രീയാവാൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തികളൊക്കെ ശരീര പ്രദർശനമാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഈ ശരീരത്തിൽ വെച്ചുണ്ടാക്കിയ സിലിക്കണും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കാണിച്ച് നടക്കുക, സ്ത്രീകൾക്ക് തന്നെ അപമാനകരമായിട്ട് രീതിയിൽ നടക്കുക. അതൊരു വേറെ സൈഡിൽ കൂടെ നടക്കുന്ന ഒരു ഇതിപ്പോ ഇവർ റണ്ണസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എടുത്ത് പൊക്കിക്കൊടുന്നതാണ്. അത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. അത്യാവശ്യം തൊഴിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹെയർ, ലിപ്സ്റ്റിക്, അങ്ങനെ മീൻസ് ലിപ്പ് കളറിങ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും വല്ല ജോലിക്ക് പോയിട്ട് വലിയ വരുമാനം ഉണ്ടാക്കി ജീവിക്കും. മറ്റുള്ളവരെ വിറ്റ് കൊത്തി പച്ച മാംസം കൊത്തി തിന്നാതിരിക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. പാലാരിവട്ടം പാലം ഇതല്ലേ പറഞ്ഞോളാം കേട്ടോ. അവരൊക്കെ അന്തസ്സായിട്ട് ജോലി എടുത്തിട്ട് തന്നെ ജീവിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.
പിന്നെ എന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്താ ജോലിയല്ലേ? യൂട്യൂബും ഫേസ്ബുക്കും എല്ലാവരും തരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്, റിയാക്ഷൻ വീഡിയോ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ? അപ്പൊ അതൊരു ജോലിയല്ല. ഇപ്പൊ ഞാൻ എന്റെ മറ്റുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് മുകളിലിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഇതല്ല എന്റെ അന്നം, അത് മനസ്സിലാക്കുക. പിന്നെ ഇതിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പാവങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാ. പിന്നെ ഇതൊക്കെ പറയാൻ നല്ല യോഗ്യതയുള്ള ഒരാളാണല്ലോ നിങ്ങൾ. ബാക്കി പറ. മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, എനിക്ക് വീണ്ടും അതന്നെ പറയണത്, മറ്റുള്ളവരെ ഫോട്ടോസ് വെച്ച്, അത് എന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോസ് വെച്ച് അവരെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ എന്തിനാണ് ഈ നാണം കെടുത്തുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും മരണം വരെ. ദൈവം എന്നെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്നെ എന്നെ വിളിച്ചാലേ ഞാൻ പോകത്തുള്ളൂ. അതിന് ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് കൂട്ടുനെസ് എന്റെ പൊന്ന് കേന്ദ്ര ഗവൺമെന്റ്, നിങ്ങൾ ആ ബില്ല് പാസ്സാക്കി എത്രയും പെട്ടെന്ന്. സത്യത്തിൽ കേരളത്തിലാകെ ഞാൻ പറഞ്ഞില്ല, എല്ലാ വീട്ടിലും പറയുന്ന കാര്യം തന്നെയാണ്, 281 ആളുകൾക്ക് ട്രാൻസ് ഐഡന്റിറ്റിയിൽ വോട്ടുള്ളൂ. അതിൽ ഇവരൊക്കെ ഉണ്ടോ? എന്തായാലും പുതിയ നിയമം വന്നു കഴിഞ്ഞാലും ഈ ഐഡന്റിറ്റി കിട്ടിയ ആളുകൾ വീണ്ടും പോയിട്ട് അത് റെഡിയാക്കി വരണല്ലോ അല്ലേ. പിന്നെ രണസുവിനെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ ഒരു 10-20,000 ആൾക്കാരുണ്ട് അത്ര. അപ്പൊ അവരുടെ കുറച്ച് സപ്പോർട്ട് കിട്ടി, അത്രയും കുറച്ച് കമന്റ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ കുറച്ച് ലൈക്കും കിട്ടി കഴിഞ്ഞാൽ ഒന്ന് നല്ലതാവും എന്നുള്ള ധാരണയില്ല. പക്ഷെ ഇതാണ് എന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ പിറ്റേഴ്സ് തന്നെ ഫേസ്ബുക്കാ പോയി. ഇനി രണസുനയുടെ ഒരു അടിപൊളിന്റെ പൊന്നോ അഭിനയ കുലപതിയുടെ ഒരു ഡാൻസും ഒരു ആക്ടിങ് ആണെന്ന് കണ്ടോക്കിയേ. അതിന് 10-30 കിലോ ഉള്ളൂ. അപ്പം എടുത്ത് വലിച്ചെറിയാണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, ഈ ചെക്കൻ എന്താ തോളത്ത് തൊട്ടു എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചല്ലോ അല്ലെ. അതേപോലെ വേറൊരു സാധനം പറഞ്ഞിട്ട് എന്തോ പറഞ്ഞല്ലോ. അല്ല, ഇപ്പൊ ഇതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഒക്കെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ, അപ്പൊ പിന്നെ അതൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. ഒരു ബെഡും കുറച്ച് കോപ്രായിത്തരങ്ങളും കൊള്ളാം. ഇത് അധികം വൈകാതെ നിന്നോളും കേട്ടോ. കാരണം കുറെ ആളുകൾ ഇപ്പൊ പ്രോഗ്രാമിനൊന്നും വിളിക്കാതെ പിടിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട്. ഇനി അഭിനയ കുലപതി സിംഗത്തിന്റെ ഒരു ഭയങ്കര കിടിലൻ ഇമോഷൻസ് ഭാവങ്ങളൊക്കെയാണ്. ഒന്ന് കണ്ടോക്കിയേ. പൊന്നു എടാ, ഇതൊക്കെയാടാ അഭിനയം. ഇതിനൊന്നും കളിയാക്കാൻ പാടില്ല കേട്ടോ. ഇതിനൊന്നും കളിയാക്കരുത്. എന്നാ ആ ഒരു പ്രസരിപ്പാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ ഇതിനെ കളിയാക്കല്ലേ? നിങ്ങളെ സമ്മതിച്ചു പോയിട്ടാ. എന്ത് മനോഹരമായിട്ടാണ് അവരത് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിച്ചോണ്ട് കൊളാക്ക്. വേറൊന്നും ഞാൻ പറയാം. എന്തായാലും ഫേസ്ബുക്ക് ആണുങ്ങൾ കളഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാമും കൂടി ഉണ്ട്. അതിലും കൂടി ആ ഒരു വിടുവായത്തരം ഒന്ന് അവസാനിപ്പിച്ച സന്തോഷം, എല്ലാവർക്കും സന്തോഷമാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. എന്തായാലും രണസുനിക്ക് നല്ല കിട്ടില്ല സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. നല്ല ആളുകളെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ മിക്കവാറും ഇനി സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. കാരണം ആളുകൾക്കൊക്കെ നല്ല കത്തി സബ്സ്ക്രിപ്ഷൻ വീഡിയോസിലുള്ള അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു. എന്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇപ്പൊ ഷെഫീന ബേബി കുറെ കാര്യങ്ങൾ പുറത്തു വിട്ടപ്പോ ഫുള്ള് തെറിവിളി, മൂഡ് ചേഞ്ച്. എന്റെ പൊന്നെ, എന്താ ഒരു ഇതല്ലേ. അഭിപ്രായം രേഖപ്പെടുത്തിക്കോളി, എന്നിട്ടേ ചാടിച്ചോളി. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.